യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ അല്ലേ? എപ്പോഴുമില്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും യാത്ര ചെയ്യാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് എപ്പോഴൊക്കെ ചങ്ങല വലിക്കാൻ സാധിക്കും എന്നുള്ളത്. അപായ ചങ്ങല വലിക്കുമ്പോൾ ട്രെയിൻ നിൽക്കുന്നതിന് പിന്നിൽ എന്താണ്? യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര. ടൺ കണക്കിന് ഭാരമുള്ള ട്രെയിനുകൾ ട്രാക്കിലൂടെ അതിവേഗത്തിൽ ഉരുളുമ്പോൾ പാളത്തിൽ തടസ്സമായി നിൽക്കുന്ന എന്തിനേയും അവ ഇടിച്ചു തെറിപ്പിക്കും. ഇങ്ങനെ കുതിച്ചു പായുന്ന ട്രെയിനുകൾ 110 മുതൽ 180 ടൺ വരെ ഭാരമുള്ള എഞ്ചിനുകൾ ഒറ്റ നിമിഷം കൊണ്ട് നിർത്തുക തീർത്തും അസാധ്യം തന്നെയാണ്. ലോക്കോ പൈലറ്റ് ബ്രേക്ക് ഇട്ടാൽ പോലും ട്രെയിൻ പൂർണ്ണമായിട്ടും നിൽക്കാൻ നിശ്ചിത ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. എങ്കിലും യാത്രക്കാർ നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിതവും അടിയന്തരവുമായ സാഹചര്യങ്ങളിൽ സഹായമെന്ന നിലയ്ക്കാണ് ഓരോ കോച്ചിലും അപായ ചങ്ങലുകൾ റെയിൽവേ ഒരുക്കിയിട്ടുള്ളത്. ലോക്കോ പൈലറ്റിന്റെ നിയന്ത്രണത്തിലല്ലാതെ തന്നെ ട്രെയിനിന്റെ കുതിപ്പിന് തടയിടാൻ യാത്രക്കാരെ പ്രാപ്തരാക്കുന്ന സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഇതിന്റെ ദുരുപയോഗം ശിക്ഷാർഹമാകുന്നതെന്നും ഓരോ യാത്രക്കാരനും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അമേരിക്കൻ എഞ്ചിനീയറായ ജോർജ് വെസ്ലിംഗ് ഹൗസ് 180 വർഷങ്ങൾക്ക് മുൻപ് വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഇത്. ചങ്ങല വലിക്കുമ്പോൾ കോച്ചിലെ ബ്രേക്ക് പൈപ്പിലുള്ള വാൽവ് തുറക്കുകയും ഉള്ളിലെ വായു പുറത്തു പോവുകയും ചെയ്യുകയാണ്. വായു സമ്മർദ്ദം കുറയുന്നത് ലോക്കോ പൈലറ്റിന്റെ പാനലിലെ മീറ്ററിൽ തെളിയും. വായു സമ്മർദ്ദം കുറയുന്നതോടെ ഓട്ടോമാറ്റിക്കായി തന്നെ ബ്രേക്കുകൾ വീഴുകയും ട്രെയിൻ സാവധാനം നിൽക്കുകയും ചെയ്യുകയാണ്. ട്രെയിൻ നിന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൈലറ്റ് ഫോൺ മുഴക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകും. ഏത് കോച്ചിലാണ് ചങ്ങല വലിച്ചതെന്ന് അവർക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. യാത്രക്കാരിൽ ആർക്കെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ, തീപിടുത്തം, സുരക്ഷാ ഭീഷണി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, മുതിർന്നവരോ കുട്ടികളോ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് മുൻപ് ട്രെയിൻ വിട്ടുപോവുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ചെയിൻ വലിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. ഇന്ത്യൻ റെയിൽവേയുടെ നിയമം സെക്ഷൻ 141 പ്രകാരം അനാവശ്യമായി ചങ്ങല വലിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റം കൂടിയാണ്. ഇതുപോലെ തന്നെ ട്രെയിനിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും യാത്ര അയക്കാൻ കയറുന്നവർ ട്രെയിൻ വിട്ടു തുടങ്ങിയ ശേഷം ഇറങ്ങാനായി ചങ്ങല വലിക്കുന്നത് പതിവായിട്ടുണ്ടാകും. എന്നാൽ ഇത് അടിയന്തര സാഹചര്യമായി കണക്കാക്കില്ല എന്നും ഇത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും എന്നുമാണ് റെയിൽവേ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023-24 കാലയളവിൽ സതേൺ റെയിൽവേയിൽ മാത്രം 2632 നിയമവിരുദ്ധ ചങ്ങല വലിക്കലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 15 ലക്ഷത്തിലധികം രൂപയാണ് പിഴയായിട്ട് റെയിൽവേ ഈടാക്കിയിരിക്കുന്നത്. ഒരാൾ അനാവശ്യമായി ചങ്ങല വലിക്കുമ്പോൾ ആ ട്രെയിൻ മാത്രമല്ല വൈകുന്നത്, അതിന് പിന്നാലെ വരുന്ന ട്രെയിനുകളുടെ സമയക്രമത്തെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. 2025-ൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ ചങ്ങല വലിച്ച യുവതിയുടെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കായിരുന്നു വഴിവെച്ചിരുന്നത്. യാത്രക്കാരെ ബോധവാന്മാർ ആക്കുന്നതിനായി അനാവശ്യമായി ചങ്ങല വലിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിൻ കോച്ചുകളിലും റെയിൽവേ പതിപ്പിച്ചിട്ടുമുണ്ട്. ചങ്ങല വലിക്കുന്നതിനുള്ള കൃത്യമായ നിയമങ്ങളെക്കുറിച്ച് റെയിൽവേ നിരന്തരം ബോധവൽക്കരണ പരിപാടികളും നടത്തിവരികയാണ്. ഇത്തരത്തിൽ ട്രെയിൻ യാത്രയിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് ചങ്ങല വലിക്കേണ്ടത് എന്നതാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യം. അനാവശ്യമായി ചങ്ങല വലിച്ചാൽ അതിഗുരുതര പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും. നമുക്കറിയാം, ട്രെയിൻ യാത്ര ഏറെ സുഖകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരൊറ്റ കാരണത്താൽ കൊണ്ട് മാത്രമാണ് മറ്റ് ഗതാഗത മാർഗങ്ങളെക്കാൾ ട്രെയിനിന് പ്രിയമേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ റെയിൽവേ ഒട്ടനവധി സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദാഹരണമായി കേരളത്തിന് 4 പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരുന്നു. കൂടാതെ വന്ദേ ഭാരത് പോലെ അതിവേഗ ട്രെയിൻ സർവീസുകളും ഇപ്പോൾ സജീവമാണ്. എന്നിങ്ങനെ നീളുന്നു റെയിൽവേയുടെ സമ്മാനങ്ങൾ. ഇത്തരത്തിൽ ജനങ്ങളുടെ സൗകര്യാർത്ഥം ഒട്ടനവധി നേട്ടങ്ങൾ റെയിൽവേ ഇങ്ങനെ സമ്മാനിക്കുമ്പോൾ അതിനെ വേണ്ട വിധം ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം ഇതിനെ ദുരുപയോഗം ചെയ്യുക എന്നത് ജനാധിപത്യ വിരുദ്ധം കൂടിയാണ്.